സംഘത്തിൽ ഉൾപ്പെട്ടതെന്ന് സംശയിക്കുന്ന ആൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. എറണാകുളം കുണ്ടന്നൂർ ഭാഗത്തു നിന്നാണ് ഇയാളെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകും വഴി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോവുകയായിരുന്നു. ഡിഐജിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് വ്യാപക പരിശോധന നടത്തുകയാണ്. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്ന്, വിഷ്ണു പ്രകാശ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണുവിലേക്ക് പോവുകയാണ്. വിഷ്ണു, കുണ്ടന്നൂർ ഭാഗത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് എന്ന് മനസ്സിലാകുന്നു. ശരി, വിഷ്ണുവിലേക്ക് എത്താം. നമ്മൾ രഘുനാഥ് നാരായണനിലേക്ക് ആദ്യം പോവുകയാണ്. രഘു, ഇതിപ്പോൾ ആലപ്പുഴ പോലീസിൽ നിന്ന്, എറണാകുളത്തെ പോലീസുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? കുറുവാ സംഘത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് പിടിയിലായത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്താണ് സംഭവിച്ചതെന്നാണ് അറിയുന്നത്? പൂജ, ഈ ചാടിപ്പോയ പ്രതിക്കായിട്ടുള്ള തിരച്ചിലാണ് മണ്ണഞ്ചേരി സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഒപ്പം തന്നെ ആലപ്പുഴയിൽ നിന്ന് ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എറണാകുളത്തേക്ക് പോയിട്ടുമുണ്ട്. ഈ പ്രതിയെ പിടികൂടാനുള്ള തിരക്കിലായതുകൊണ്ട് തന്നെ പ്രാഥമിക വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. തമിഴ്നാട് സ്വദേശിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളോടൊപ്പം സ്ത്രീയും കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു. ഇയാളെ വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ കസ്റ്റഡിയിലുള്ള സ്ത്രീകളുടെ സഹായത്തോടു കൂടി ഇയാൾ കടന്നു കളയുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി നൽകാൻ കഴിയുന്ന വിവരം. ഇയാൾ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല ആ സമയത്ത്. ഒപ്പം ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ 2 സ്ത്രീകളാണുള്ളത്. വൈകുന്നേരം 5 മണിയോടുകൂടി ഡിവൈഎസ്പി നമ്മളോട് സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് മലയാളികളല്ല ക്രൈമിന് പിന്നിൽ എന്നുള്ളൊരു വ്യക്തത പോലീസിനുണ്ടായിരുന്നു. കാരണം ഇവരുടെ ശരീരഭാഷ, ഇവരുടെ കളർ ടോൺ, ഒപ്പം തന്നെ മോഷണത്തിൽ വരുമ്പോൾ ഒരു കൂസലില്ലായ്മ. കാരണം ഇവിടുത്തെ കവർച്ച നടത്തി വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോയി പിന്നീട് ഒരു ഇടവേള കഴിഞ്ഞ് മടങ്ങി എത്തുന്നതാണ് ഈ കുറുവാ സംഘത്തിൻ്റെ രീതി. അതുകൊണ്ട് ഒരിക്കലും പിടിക്കപ്പെടില്ല. കാരണം ഇവരുടെ രേഖാചിത്രങ്ങളൊന്നും കഴിവതും പോലീസിൻ്റെ പക്കലൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അത്തരത്തിൽ വലിയൊരു കോൺഫിഡൻസോടുകൂടി കക്കാൻ എത്തിയതുകൊണ്ട് തന്നെ ഇവർ ഇതര സംസ്ഥാന, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണെന്ന് അന്വേഷണ സംഘത്തിന് ഉറപ്പായിരുന്നു. കുറുവാ സംഘത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. കാരണം ഈ കുറുവാ സംഘത്തിനൊരു പ്രത്യേക രീതിയുണ്ട്. ഇത് തമിഴ്നാട്ടിലെ ഒരു തിരുട്ടു ഗ്രാമത്തിലുള്ള ആളുകളാണ് കുറുവാ സംഘം എന്ന് പറയുന്നത്. ഇവർ മോഷണം കുലത്തൊഴിലായി കണ്ടുകൊണ്ട് ഈ മോഷണം നടത്തുന്ന ആളുകളാണ്. തമിഴ്നാട് സർക്കാരൊക്കെ കോടാനുകോടി രൂപയാണ് ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനൊക്കെ വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ചില ആളുകളൊക്കെ മോഷണം ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് വന്നു. പക്ഷേ ഈ കുറുവാ സംഘം ഇപ്പോഴും ഈ കുലത്തൊഴിലായിട്ട് ഇത് തുടരുകയാണ്. പക്ഷേ അപ്പോഴും ഈ കുറുവാ സംഘത്തിൻ്റെ ഏതെങ്കിലും രീതികൾ അനുകരിക്കുന്ന മോഷണ സംഘമാണോ എന്നുള്ള സംശയവും നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ആലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംശയിക്കുന്ന ഒരു പ്രതിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ 2-ലധികം പേര് പോലീസിന്റെ കസ്റ്റഡിയിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 10-ലേറെ ഇടങ്ങളിലാണ് ഈ മുഖംമൂടി സംഘം മോഷണം നടത്തിയത്. നിരവധി CCTV ദൃശ്യങ്ങൾ നമ്മൾ സംരക്ഷണം ചെയ്തതെല്ലാം പോലീസ് ശേഖരിച്ചതാണ്. അപ്പോൾ അവരെല്ലാം മുഖംമൂടി ധരിച്ച് അർദ്ധനഗ്നരായി കയ്യിലൊരു ആയുധവുമായാണ് എത്തുന്നത്. ഈ കുറുവാ സംഘത്തിൻ്റെ രീതി എന്ന് പറയുന്നത് വീടിൻ്റെ പിൻവാതിൽ പൊളിച്ചാണിവർ അകത്ത് കടക്കുക. മാല അടക്കമുള്ള ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കും. ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിച്ചാൽ ആക്രമിക്കാൻ വേണ്ടിയാണ് ഈ ആയുധം കൊണ്ട് നടക്കുന്നത്. ആലപ്പുഴയിൽ ഏതായാലും അങ്ങനെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഇവർ കടന്നിട്ടില്ല. അതുകൊണ്ടാണ് പോലീസിന് ഇങ്ങനെ ഒരു സംശയം കൂടി. അതായത് യഥാർത്ഥ കുറുവാ സംഘത്തിൻ്റെ രീതികൾ അനുകരിക്കുന്ന ഏതെങ്കിലും കവർച്ചാ സംഘമാണോ? ഈ കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടത് യഥാർത്ഥ പ്രതികളെ പിടികൂടി അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ്. എന്തായാലും ഈ രക്ഷപ്പെട്ട പ്രതിക്കായിട്ടുള്ള വ്യാപക തിരച്ചിലാണ് എറണാകുളം DIGയുടെ നേതൃത്വത്തിൽ വൻ സംഘം, എറണാകുളത്തെ സിറ്റി പോലീസ് അടക്കം എല്ലാവരും നിരത്തിലുണ്ട്, റോഡിലുണ്ട്. ഇവിടെ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എറണാകുളത്തേക്ക് പോയി യാത്ര തുടരുകയാണ്.